ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലന്റെ വണ്ടിയിൽ കയറിയിരുന്നതിന്റെ പേരിൽ ബാലനെ കളിയാക്കി വെച്ചിട്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഓർത്തൊന്നു അച്യുതനും അനന്തനും. ഈ സമയത്ത് ആ മര്യാദകളെ ശ്യാമെന്ന് പറയുന്ന പുള്ളിക്കാരൻ അവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ വേറെ ആർക്കും വണ്ടിയില്ലല്ലോ, അവൻ്റെ ഒരു വണ്ടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അച്യുതൻ അങ്ങ് പോവുക. ഇത് കഴിഞ്ഞ് പിന്നെ ഗുരുവായൂർ വെച്ച് നമ്മുടെ ആര്യനെയാണ് കാണിക്കുന്നത്. ആര്യനാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നടക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണൻ ആര്യൻ്റെ അടുത്തേക്ക് വന്നു. ആ താനെന്താട് ഇതിൽ നടക്കുന്ന വാടോ എന്നും പറഞ്ഞ് വിളിച്ചു. പക്ഷെ ആരും പോയില്ല. വാനിയാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് കൂടെ അത് നമ്മുടെ കൃഷ്ണൻ്റെ കടയിലേക്ക് വിളിച്ചുകൊണ്ട് പോവാം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അനിയ ഇത് നോക്കിക്കേ, ഒരു കുഞ്ഞു ലോക്കറ്റെങ്കിലും എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആര്യൻ ഇങ്ങനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇരിക്കുക. ഭാവിയിൽ കെട്ടാൻ പോകുന്ന അനിയത്തിയുടെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിക്ക് താലിയായിട്ട് കൊടുക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. എന്താ കെട്ടാൻ പോകുന്ന കുട്ടിയുടെയോ എന്ന് ചോദിച്ചപ്പം എന്തെങ്കിലും കല്യാണം കഴിക്കണമല്ലോ, അപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കാലോ എന്ന് പറഞ്ഞു. അപ്പം മിത്രയാണ് നമ്മുടെ കണ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം മിത്ര കൃഷ്ണഭക്തിയാണല്ലോ. അന്നേരം നമ്മുടെ കണ്ണൻ പറഞ്ഞു, ഇത് എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയണു. അത് കേട്ടപ്പോൾ നമ്മുടെ ആര്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കുക. വെച്ചോ സത്യം പറഞ്ഞതാ ഞാൻ. ഭായ് എപ്പോഴും ഇത് കയ്യിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം ഈ ലോക്കറ്റ് തന്നെ നടത്തിത്തരും, നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആര്യൻ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇത് പോക്കറ്റിലോ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗിലോ ഒക്കെ സൂക്ഷിച്ചാൽ മതിയെന്നേ, വെച്ചോളാൻ പറഞ്ഞു. ചെറിയ പൈസയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പം എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ ഇയാൾക്കൊരു കച്ചവടം നടക്കാൻ വേണ്ടി ഞാനിത് വാങ്ങിക്കാം എന്ന് നമ്മുടെ ആര്യൻ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, സന്തോഷം. പിന്നെ ചേട്ടനീ വഴി പോകുമ്പോൾ കടയിലേക്കൊക്കെ ഒന്ന് കയറണം കേട്ടോ, നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം. സാധനങ്ങൾ വാങ്ങണമെന്നൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം ആ പൈസ അങ്ങെടുത്ത് കൊടുത്തു. അയ്യോ 500 രൂപയോ? 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടാവില്ല കേട്ടോ, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണൻ ചില്ലറ നോക്കാനായിട്ടൊന്ന് പോണു. ചേട്ടാ 500 രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചില്ലറ ചോദിക്കുന്നു. അത് വേറെ ആരോടും അല്ല, നമ്മുടെ ചേട്ടൻ്റെ ശത്രുവിനോടായിരുന്നു. അപ്പോൾ വാങ്ങിയ സാധനത്തിന് 100 രൂപയായി. 500 രൂപയ്ക്ക് ചേഞ്ചും ഇല്ല. ബാക്കി 400 രൂപ ചേട്ടൻ്റെ കൂട്ടുകാരന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ കാണിച്ചപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കണ്ടു. ആഹാ, ഇവനായിരുന്നു എന്ന് ചോദിച്ചവർ നിൽക്കുക. അങ്ങനെ 400 രൂപ അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ഇവർ തമ്മിൽ ഒരു പൈസയുടെ ഇടപാടൊക്കെ നടത്തി നമ്മുടെ കണ്ണൻ. അപ്പോൾ ശരി, നിങ്ങൾക്കിത് 2 പേർക്കും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് നടക്കല്ലോ, ചെല്ലാൻ പറഞ്ഞു. അല്ല ചേട്ടൻ്റെ പേരെന്താന്നാ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ എന്ന് പറഞ്ഞു. വീട്ടിൽ മാധവനെന്ന് വിളിക്കും. അപ്പോൾ ചേട്ടൻ ആള് കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞാൽ ശ്യാമിൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യ പറഞ്ഞു. അപ്പോൾ ഇവരെങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെല്ലട്ടോ എന്ന് പറഞ്ഞ് കണ്ണൻ അവരെ പറഞ്ഞു വിടുക. അങ്ങനെ അവർ 3 പേരും കൂടെ പോകുന്നു. അല്ല പേരെന്തെന്നാ പറഞ്ഞ്? ആര്യൻ എന്നാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ആര്യൻ എന്ത് ചെയ്യുക? അപ്പം ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞു. ചോദിക്കട്ടെ എന്നും പറഞ്ഞ് അവർ തോളെ കയറ്റി പോകുന്നത് നമ്മുടെ കണ്ണൻ അവിടെ നിന്ന് ഇങ്ങനെ നിറയെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മീനുവിനെ ആട്ടോ. മീനു റൂമിൽ കയറി വന്നിട്ട് ആകാശിനെ വിളിക്കുക. എന്താ കല്യാണ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പം അവിടെ ആകെ ഉത്സവം തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ ആകാശ്. അമ്മയും നിങ്ങളും ഗുരുവായൂർ പോയത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കണ്ട് വിഷമിച്ചേനേന്ന് പറഞ്ഞു. അപ്പോൾ നേരാണെന്ന് മീനുവും പറഞ്ഞു. പിന്നെ എന്താ അത്? പിന്നെ അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇയാൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് മീനു പറഞ്ഞപ്പം ആണോന്ന് ചോദിച്ചു ആകാശ്. സത്യമായിട്ടും അതെ. എന്തേ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ആകാശ് ചോദിച്ചപ്പം എന്താ തോന്നണേന്ന് ചോദിച്ചു. ഇഷ്ടമാണെന്ന് എനിക്കറിയാവുന്ന ആകാശ് മീനുവിനോട് പറയുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അതെന്ത് ചോദ്യ? ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണതെന്നൊക്കെ ചോദിച്ചപ്പം ഒന്നും പ്രാർത്ഥിച്ചില്ലേ? എൻ്റെ ഭർത്താവിൻ്റെ രാത്രിപ്പനി മാറണേന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നമ്മുടെ ആകാശ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അതെനിക്ക് സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് കാര്യമാണെന്ന് ആകാശ് ചോദിക്കാം. അതേ അത് പിന്നെ ഞാൻ പറയട്ടെ, എനിക്കൊരു പാട്ട് പാടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എപ്പോഴോ? അന്ന് ആകാശ് വീട്ടിൽ നന്നായിട്ട് പാടിയതാ, ഇപ്പോൾ ഒന്ന് പാടിത്ത പ്ലീസ്. അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ ആകാശിനെ കൊണ്ട് പാട്ട് പാടിക്കുക. പാടി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ആകാശ് ഭയങ്കര പാട്ട്. ചേട്ടന്മാരുടെ അടുത്ത് ചെല്ലുന്നു, അനിയത്തിയുടെ അടുത്ത് ചെല്ലുന്നു. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ചെന്ന് അച്ഛൻ്റെ ചുണ്ടിൽ ഒരു ഉമ്മയും കൂടെ വെച്ച് കൊടുത്തു. അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ഓട്ടമായിരുന്നു. പിന്നെ ആകാശ് പോയ വഴിക്ക് പുല്ല് പോലും കിളത്തിട്ടില്ല. ബാലനാണെങ്കിൽ ചുണ്ട് ഇങ്ങനെ തൂത്ത് അവിടെ അങ്ങനെ ഇരിക്കുക. അവരെല്ലാവരും ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ടും ഇരിക്കണം. എന്താടാ ഇതെന്ന് നമ്മുടെ ബാലനും ചോദിച്ചു. ചെറുക്കൻ്റെ പിടിവിട്ട് പോയെന്നുള്ള കാര്യം ആനന്ദനൊക്കെ മനസ്സിലായി. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് മിഥുനാട്ടോ. മിഥുനാണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നും വിളിയാ. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ മിത്രയോട് ദേഷ്യപ്പെടുക. നീ എന്താ ഞാൻ ആദ്യം വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മിത്ര ഇവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു. അതെ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞപ്പം ശരി എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു.
അത് കഴിഞ്ഞപ്പോൾ മിത്ര ഇവിടെ ഭയങ്കര പ്രണയം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അവനാണെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. കുറേ കഴിഞ്ഞു വീണ്ടും ഇവൻ വിളിച്ചു. കൂട്ടുകാരനെയാണ് വിളിക്കുന്നത്. കൂട്ടുകാരനെ വിളിച്ചിട്ട് ഹലോ എടാ എന്നും പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുക. എടാ എന്തായാലും ചോദിച്ചപ്പം ഇവൻ കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ. എല്ലാം പറഞ്ഞു, എല്ലാം ഓക്കെ ആയി. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ മതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ മിഥുനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്തായാലും മിഥുന് ഒത്തിരി സന്തോഷമായി, താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരിതിൽ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയാണ്. ഗോമതി ഫോണിൽ വിളിക്കാം. മിത്രയുടെ കല്യാണം ഞാൻ ഇവിടെ ഇരുന്ന് കാണും ബാലേട്ടാ, എൻ്റെ മനസ്സിൽ ഞാനത് കാണും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അവിടെ ആകെ നാണക്കേടാ എന്ന് പറഞ്ഞുകൊണ്ട് മീനുവിനോട് അവസാന വരി പാടി നീ എന്ന് കരുതി ഉമ്മ വെച്ചത് അച്ഛനിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മീനു ഭയങ്കര ചിരി. എന്നാലും എൻ്റെ ആകാശന് നിലവിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറഞ്ഞു മീനു. പക്ഷെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ആകാശേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആകാശ് ഒരു പാട്ടുകാരനാകാൻ പറ്റില്ലേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ ഞാനൊന്നും അങ്ങ് വന്നോട്ടെ, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കണമെന്നൊക്കെ മീനു പറയാം. അപ്പോഴത്തേക്കും ആകാശേ എന്നിങ്ങനെ ചോദിച്ചിരിക്കും. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് ഞാൻ പറയുന്നത് ആകാശ സംഗീതത്തിലേക്ക് വരണം, വലിയ ആളാവണമെന്നൊക്കെ പറഞ്ഞു മീനു. അപ്പോൾ ആകാശം ഒന്നും മിണ്ടാതെ വന്നപ്പം എന്താ മിണ്ടാത്തെ? അപ്പം നീ പറഞ്ഞത് കേട്ടേ സന്തോഷിച്ച് നിൽക്കുമായിരുന്നു ഞാനെന്ന് പറഞ്ഞു. എന്തായാലും ഈ ലക്ഷ്യം അത് നമുക്ക് നേടിയെടുക്കണം ആകാശേ എന്ന് മീനു ഇങ്ങനെ പറഞ്ഞു. ഈ സമയം അപ്പുറം മുറിയിലിരുന്ന് നമ്മുടെ ബാലനും ഭാര്യയും കൂടെ സംസാരിക്കാം. ഗുരുവായൂരിൽ നിന്ന് നീ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ കൊണ്ടുവരുമ്പോൾ കണ്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഗോമതി. ബാലേട്ടനോട് കുറേ നേരം സംസാരിച്ചപ്പോഴേ മനസ്സിൻ്റെ ഭാരമൊക്കെ കുറേ മാറിപ്പോയതുപോലെ എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് നമ്മുടെ ബാലന്. പിന്നെ തിരിച്ചു വരുമ്പോൾ പിള്ളേർക്ക് വിളമ്പി കൊടുത്തതുപോലെ എനിക്കും വിളമ്പി തരണം കേട്ടോ എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ ശരി എന്ന് ഭർത്താവും പറഞ്ഞു. അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ പറയുന്നു. അവിടെ ഇരുന്ന് അവർ വിശേഷം പറയുമ്പോൾ ഇവിടെ ഇരുന്ന് ഇവർ വിശേഷങ്ങൾ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ബാലൻ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് എൻ്റെ ഏറ്റവും അടുത്തു വരുന്ന വിവാഹം, അത് ദൂരെ നിന്നൊരു അന്യനെ പോലെ കാണാനുള്ള യോഗം പോലും ഇല്ല. ഈ തീരാത്ത വഴക്കിൽ ഞാൻ ഉത്തരവാദിയാണോ? സ്നേഹിച്ചു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നതിൽ തെറ്റെന്താ എന്നൊക്കെ ബാലൻ ഇന്ന് ചിന്തിക്കുക. ഗോമതി പറഞ്ഞതുപോലെ അകന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ മിത്ര ചിലപ്പോൾ ദേവമംഗലത്ത് വന്ന് കയറേണ്ട കുട്ടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ബാലൻ ചിന്തിക്കുക കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മകൻ വന്നു. അപ്പോൾ എന്താ അച്ഛനോട് നിൽക്കുന്നതെന്ന് ചോദിച്ചു ആനന്ദ്. ഒന്നുമില്ലടാ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ നന്നായി വിഷമിക്കുന്നുണ്ട്. വിഷമിക്കല്ലേ അച്ഛാ, എല്ലാം പോട്ടെ എന്ന് പറഞ്ഞ് ആനന്ദ് സമാധാനിപ്പിക്കും. ഞാനിങ്ങോട്ട് വന്നപ്പോൾ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ, അത്രേ ഉള്ളടാ, എനിക്ക് വലിയ സങ്കടമോ കാര്യങ്ങളൊന്നും ഇല്ലെന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോയ ബാലൻ തിരിച്ചു വന്നിട്ട് മോനോട് അവിടെ ഒരു കല്യാണം നടക്കുന്നതിന് മുൻപ് നീ കല്യാണം കഴിക്കണമെന്ന് അച്ഛനുണ്ടായിരുന്നു. പക്ഷേ അച്ഛാ ഇനി അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നടക്കും അച്ഛാ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ആകാശം ഇങ്ങനെ നിൽക്കുന്നു. അച്ഛനകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഇവരിങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്ത് മിഥുനാണെങ്കിൽ തെരുതരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ മിഥുൻ, എന്താ നീ വിളിച്ചേ? അപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, നാളെ തയ്യാറായി നിൽക്കണമെന്ന്. ആ സമയം ഞാൻ അമ്മയോട് പറയാൻ പോകുന്നതോ? ഇനി നീ ആരോടും ഒന്നും പറയാൻ പോകണ്ട, പറയാനൊക്കെ നമ്മൾ നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ തന്നിരുന്ന സമയം കഴിഞ്ഞു, ഇനിയെല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു മിഥുൻ ഇങ്ങനെ പറയാം. അപ്പോൾ എന്താ മിഥുൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നീ അതൊക്കെ നാളെ പറയാം, നീ നാളത്തേക്ക് റെഡി ആയിട്ടിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഫോൺ അങ്ങ് മിഥുൻ കട്ട് ചെയ്തു. മിത്രയ്ക്കാണെങ്കിൽ ടെൻഷനായി തുടങ്ങി. മിത്രയ്ക്ക് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു വെപ്രാളം. ഈ സമയത്ത് നമ്മുടെ ആര്യനെയും മറ്റുള്ളവരെയും ഗുരുവായൂരിൽ വെച്ചാണ് കാണിക്കുന്നത്. അവിടെ അവരെല്ലാവരും കൂടെ നമ്മുടെ കണ്ണൻ്റെ കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുന്നു. ആര്യൻ ഇപ്പോൾ അവിടെ തന്നെയായി ഫുൾ ടൈം. അപ്പോൾ ഗോമതിയും അതുപോലെ മീനും കൂടെ അങ്ങോട്ടേക്ക് ചെന്നതാണ്. അപ്പോൾ ഞാൻ മകന് ഒരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭാഗ്യമുള്ള ലോക്കറ്റാ, അത് നല്ല ഭംഗിയുള്ള ലോക്കറ്റാ, അത് സൂക്ഷിച്ച് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഇടയ്ക്ക് അമ്മ ഓർമ്മിപ്പിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ അതൊക്കെ സൂക്ഷിക്കോ എന്നിങ്ങനെ അവർ ചോദിച്ചു കേട്ടോ. അതൊക്കെ സൂക്ഷിച്ചോളും, ഞങ്ങൾ തമ്മിലേ മുൻജന്മ ബന്ധമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോളിൽ കൈയിടാൻ മാത്രമുള്ള പരിചയം നമ്മൾ തമ്മിലായിട്ടില്ല എന്ന് പറഞ്ഞ് ആര്യൻ കണ്ണൻ്റെ കൈ അങ്ങെടുത്ത് മാറ്റി. എന്തായാലും കച്ചവടത്തിന് എൻ്റെ മോനും കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ, പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ വില കുറച്ച് തരുമായിരിക്കും അല്ലേ എന്ന് ഗോമതി ചോദിച്ചേ. കച്ചവടത്തിലെ പരിചയമൊന്നും സ്വാധീനിക്കില്ല എന്ന് ആര്യൻ. സ്വന്തക്കാരെ കുറച്ച് കൂടുതൽ തരണമെന്നും ആരും പറഞ്ഞു. അതൊക്കെ കേട്ട് കണ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നീ തൊഴാൻ പോയില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. നിങ്ങൾ ചെല്ലാനും പറഞ്ഞു. അങ്ങനെ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. നമ്മുടെ ആര്യനും കണ്ണനും ഇപ്പം നല്ല ഉറ്റ ചങ്ങാതിമാരായി മാറിയിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ആര്യന് തൻ്റെ ജീവിതാഭിലാഷത്തിന് വേണ്ടിയാണ് കണ്ണൻ, അതായത് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ വന്ന് ആ വലിയൊരു സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ നടക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ്. കൃഷ്ണമംഗലത്ത് ഇങ്ങനെ നമ്മുടെ അവിടുത്തെ ആ ഒരു അതിഥി വന്നിങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ബാലൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ബാലനെ കണ്ടപ്പോൾ ആ ചേട്ടൻ ഹായ് ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ സംഭവിച്ചു പോയതിൽ സോറി പറയട്ടെ, വെരി വെരി സോറി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയും, എൻ്റെ പേര് ശ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പരിചയപ്പെടുക. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അച്യുതനും അനന്തനും കൂടെ വന്നു. ശ്യാമേ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോൾ ഇയാൾക്ക് കഥയൊന്നും അറിയില്ലല്ലോ. ഓഹോ, അവൻ വീണ്ടും വഴക്കിന് വന്നതാണോ എന്ന് ചോദിക്കുക കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ വന്നു ഒന്നും അറിയാതെ. അയ്യോ നോ ഒന്നുമില്ല, വഴക്കിനൊന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടെന്നേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമല്ല, അവൻ വഴക്കുണ്ടാക്കി കാണും, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ശ്യാം പറയാത്തതാണെന്ന് പറഞ്ഞ് അച്യുതൻ അതിന് വേറെ അർത്ഥമൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ എടാ നോക്ക്, കല്യാണ വീട്ടിൽ വരുന്ന അതിഥികളെ ആക്ഷേപിക്കാനാണോ നീ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു ബാലനോട് ദേഷ്യപ്പെടുന്നു. ബാലൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇവരാണെങ്കിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിൽക്കുക. അപ്പോഴേക്ക് ഈ ശബ്ദം കേട്ട് ആകാശവും ആനന്ദും കൂടി അങ്ങോട്ടേക്ക് വന്നു. അച്ഛാ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു ബാലൻ. അപ്പം നീ വലിയ നല്ലവനാകുമെന്നും വേണ്ട, അതേ നോക്ക് എൻ്റെ വീട്ടിൽ വരുന്നവരെ ആക്ഷേപിച്ചെന്ന് വിവരം അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് അച്യുതൻ അവിടെ കിടന്ന് ഇങ്ങനെ ഒച്ചയെടുക്കുക. നീ കുറെ മത്സരിച്ചല്ലോ, എന്നിട്ട് എന്തായടാ? എടാ നിന്റെ കണ്ണിൻ്റെ മുന്നിൽ ഞങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക ബാലനെ. അപ്പം ഞങ്ങളുടെ പെങ്ങളെയും തട്ടിയെടുത്ത് ഓടിയതും പോരാഞ്ഞിട്ട് ഞങ്ങളോട് മത്സരിക്കാനും വന്നു, എന്നിട്ട് എന്തായടാ, വല്ലതും കിട്ടിയോടാ നിനക്കൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അച്ചുവേട്ടാ അനന്തേട്ടാ നിങ്ങൾ എന്താ, ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടതാ, പ്ലീസ്. അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് പറയും. അപ്പം ഇത്രയും നേരം പിടിച്ചു നിന്നു, ഇനിയും ഞങ്ങളെ ആക്ഷേപിക്കാനാണ് ഭാവമെങ്കിൽ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും അതെ ഞങ്ങളുടെ വീട്ടിൽ അതിഥികളായി വരുന്ന ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ എന്ന് അനന്തം പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ആകാശം ഒച്ചയെടുത്തു. അപ്പോൾ ആകാശം നിർത്ത് വേണ്ടാന്ന് പറഞ്ഞു ബാലൻ, ഒന്നിനും പോകണ്ട. അപ്പോൾ അച്ഛനങ്ങ് മാറും, ഞങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു ആനന്ദ്. അപ്പോൾ എടാ നിങ്ങളോട് അകത്ത് പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മക്കളോട് വഴക്ക് പറയാം. ഒരു ചടങ്ങ് നടക്കുന്ന വീടാ, നമ്മളുടെ അനുശ്രീയെ പോലെ ഒരു കുട്ടി വിവാഹിതയാകാൻ പോവുകയാണ്, അതുപോലെ ഒരു ചെറുപ്പക്കാരൻ വഴക്കുകൂടി അതിലും മങ്ങളൊന്നും വരുത്താൻ പാടില്ല എന്നും പറഞ്ഞു ബാലൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവന്മാരൊന്ന് ചമ്മി കേട്ടോ. നല്ല മറുപടി തന്നെ നമ്മുടെ ബാലൻ കൊടുത്തത്. അനന്ത അച്യുത ബാലന് വിദ്യാഭ്യാസമൊക്കെ കുറവാ, പക്ഷേ നിങ്ങളുടെ അത്രയും വിവരക്കേടില്ല എന്നും അച്യുതനോടും അനന്തനോടും പറഞ്ഞു. പിന്നെ അച്യുത അതെ നീ രാവിലെ പറഞ്ഞു കല്യാണം മുടക്കാൻ നോക്കുന്നുണ്ടെന്ന്. ആരുടെ കല്യാണം മുടക്കാൻ നോക്കിയെന്ന് നീ സൗകര്യം പോലെ ഇരുന്നങ്ങ് ആലോചിച്ചോളാൻ പറഞ്ഞു. അപ്പോഴും രണ്ടവന്മാരും ചമ്മി. വാട മക്കളെ എന്ന് പറഞ്ഞു ബാലൻ അവരെയും വിളിച്ച് അകത്തേക്ക് കയറിപ്പോയി. അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ശ്യാമെന്ന് പറയുന്ന വ്യക്തി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ മകൾക്കുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് എല്ലാവരും കാണിക്കാം. എന്തായാലും അമേരിക്കക്കാരൻ മരുമോൻ ഭാഗ്യവാനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളും ഭാഗ്യമുള്ളവരാണെന്ന് അനന്തൻ അത്ര നല്ല ആലോചന ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലനെ വിളിച്ചില്ലല്ലേ എന്ന് കൂടെയുള്ള ആരോ ഒരാൾ ചോദിച്ചപ്പം അതെന്തിനാ നമ്മൾ വിളിക്കുന്നത്, നമുക്ക് അത് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. തൽക്കാലം അത് വിട്ടുകളയാന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം ഏട്ടാ എന്തിനാ വിടുന്നത്, നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ, അവനെ ഞങ്ങൾ വിളിച്ചില്ലെന്ന് പറഞ്ഞ് അച്യുതൻ. അപ്പം അച്യുത വേണ്ട, അപ്പം പറയണ ഏട്ടാ, പറഞ്ഞേ പറ്റൂ. ഈ ശ്യാമിനെ ഒരാവശ്യമില്ലാതെ തല്ലാൻ ചെന്നു, വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തു എന്നും പറഞ്ഞു. അപ്പോൾ ഹേയ് അത് അങ്ങനെയൊന്നും അല്ല, അത് ഞാൻ ഫോൺ ചെയ്തത് ശ്രദ്ധിക്കാതെ പുള്ളിയുടെ ബൈക്കിന് മുകളിൽ കയറിയിരുന്നു, അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട് ആ ഒരിത് ആയിട്ട് ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും അത് വലിയ പ്രശ്നമാക്കിക്കൊണ്ട് ഈ അച്യുതനും അനന്തനും അടക്കുന്ന ആളാകാൻ നോക്കിയപ്പോഴത്തേക്കും ഇന്ദിരാമ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ എന്താ ഈ കാണിച്ച് കൂട്ടണേന്ന് ചോദിച്ചു. മോളും മോനും വിവാഹം കഴിഞ്ഞ് പോകുവാണെന്നും പറഞ്ഞു അയലക്കത്തുള്ളവർ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അയ്യോ അമ്മേ ചേട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ വന്നു. അപ്പോഴത്തേക്ക് ഏട്ടന്മാരെ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നു നമ്മുടെ ധർമ്മൻ. മുകളിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഇനി എന്ത് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ തന്നെ ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ ധർമ്മം പറഞ്ഞു. അപ്പോൾ ധർമ്മ നീ പെണ്ണിൻ്റെ ഇളയച്ചനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആണ്, പക്ഷേ ഏട്ടന്മാരത് സമ്മതിക്കുമോ എന്തോ. അമ്മ എന്തായാലും അത് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മേ നമുക്ക് അവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു ധർമ്മൻ അമ്മയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുക. അതെ ആരെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ കാണിച്ചേക്കാൻ പറഞ്ഞു, വന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു ഇവരങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് അവിടെ സ്വർണത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഇവർ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് മിത്രയ്ക്ക് വോയിസ് നോട്ട് അയച്ചിരിക്കുക, മിഥുൻ നീ തയ്യാറായിട്ടിരിക്കുക, നമ്മൾ പോവുകയാണ്, ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാം എന്നും പറഞ്ഞു. അപ്പോൾ നീ റെഡി ആയിക്കോളാൻ പറഞ്ഞു. ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല, രാത്രി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ വോയിസ് നോട്ട് അയച്ചിരിക്കുന്നു. മിത്രയ്ക്ക് ആകെ ടെൻഷനായി. മിത്ര എന്നിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ചിന്തിക്കുക. പിന്നെ നമ്മുടെ ആര്യനുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം മിത്ര ആലോചിക്കുന്നു. ആ ഫ്രോഡായിരിക്കും അല്ലേ വിളിച്ചതെന്നൊക്കെ. ഞാൻ ഇത്രയും നിന്നോട് പറയുന്നുള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട,
അപ്പോൾ ആര്യൻ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ മിത്ര ഇങ്ങനെ ആലോചിച്ചു, മിഥുൻ പറഞ്ഞ കാര്യങ്ങളും ആലോചിച്ചു. എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ അവിടെ സകല ദൈവങ്ങളെയും വിളിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും